നിലാവ് നക്ഷത്രം ചാനലിൻ്റെ ഒരു പുതിയ ഫാമിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ഇട്ട എൻ്റെ വീഡിയോ എൻ്റെ താറാവിനെ കാണിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇന്നിതാ ഞാൻ ഇവരാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് കോമളന്മാരും കോമളത്തികളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്രയായിട്ടുണ്ട് കേട്ടോ നമ്മളെ മക്കളിപ്പം. ഇവർ ഏകദേശം ഒരു 4 മാസം പ്രായം ആവാറായി. അവരുടെ ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിശേഷമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. ഇതെൻ്റെ കോഴിയുണ്ടല്ലോ, ഗ്രാമശ്രീ കോഴികളാണ് കേട്ടോ. എല്ലാം ഗ്രാമശ്രീ കോഴികളാണ്. നല്ല പൂവന്മാരും ഉണ്ട്, പെടകളും ഉണ്ട്. ഈ മുട്ടന്മാരെല്ലാം ഉണ്ടല്ലോ, ഈ വലുതെല്ലാം ഉണ്ടല്ലോ പൂവന്മാരാണ് കേട്ടോ. പൊതുവേ ആൾക്കാർ പറയാറുണ്ട്, കൂടുതൽ ആണുങ്ങൾ പറയാറുണ്ട്, മൃഗങ്ങളിലായാലും മനുഷ്യരിലായാലും സൗന്ദര്യം കൂടുതൽ ആണുങ്ങൾക്കാണ്. എൻ്റെ കോഴിയുടെ കാര്യത്തിൽ അത് സത്യമാണ് കേട്ടോ. നല്ല ചുന്ദര കുട്ടപ്പന്മാരുണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് കിടക്കുന്നത് കേട്ടോ. എല്ലാവരും ഇതായി 2 കൂട്ടിലായിട്ട് രാത്രിയിൽ ഒരുമിച്ചായിട്ടേക്കുന്നത്. പക്ഷെ ഇവർ കണ്ടറിയാം, ഇവർ ആരും കൊത്തുകൂടുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും രോമം പോവോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും നല്ല ചുന്ദരനും ചുന്ദരിയും ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒത്തിരി പേര് സംശയം പറയാറുണ്ടായിരുന്നു, ഒരുമിച്ചിട്ടാൽ ഇവർ കൊത്തുകൂടത്തില്ലേ, ഒത്തിരി അങ്ങനെ പ്രശ്നമുണ്ട്, കൊത്തിച്ചാവുക, അതിൻ്റെ പൂടെ എല്ലാം കൊത്തിപ്പറക്കുക, അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. പക്ഷേ ഏതായാലും എൻ്റെ പിള്ളേർക്കൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും നല്ല ഇതായിട്ട് ഹെൽത്തി ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ആദ്യം ഇവരെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടെൻഷനോടെയാണ് ഞാൻ എടുത്തത്. കാരണം ആദ്യം എനിക്ക് കൂടുതൽ മാക്സിമം ഒരു 80 കോഴിയൊക്കെ വരെ ഞാൻ വളർത്തിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തപ്പോൾ എങ്ങനെയാവും എന്താവും ഒരു ഒത്തും പിടുത്തവും ഇല്ലാതാണ് തുടങ്ങിയത്. ഇപ്പോൾ കാണുന്നവർക്കൊക്കെ രാവിലെ ഇച്ചിരി തീറ്റിട്ട് കൊടുക്കുക, വൈകിട്ട് തീറ്റിട്ട് കൊടുക്കുക, കോഴി അങ്ങ് വിട്ടേക്കുക, ഇത്രയേ ഉള്ളൂ കോഴി വളർത്തൽ. പക്ഷേ അങ്ങനല്ല, അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പാടൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. ഇവർ ഇത്ര ആയതിൻ്റെ നല്ലൊരു കഷ്ടപ്പാടുണ്ട്. ഇവരെ 1.5 മാസം 45 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ അവർ ഇത്ര ആയതിൻ്റെ പുറകിൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട് കേട്ടോ. കോഴികളെയൊക്കെ കുറച്ച് തോനെ വളർത്തുമ്പോൾ ഉള്ള മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഏറ്റവും വലിയ പ്രോബ്ലം. രണ്ടാമത് ഇതിനെയൊക്കെ നല്ല ക്ലോസ് ഒബ്സർവേഷൻ വേണം. ഒരു അസുഖമൊന്നുമില്ലാതെ ഇതിനെ നോക്കുക എന്നുള്ളത്. അത് നമ്മളുടെ കണ്ണുകൾ എപ്പോഴും ഒപ്പം ഉണ്ടായാലേ പറ്റൂ, എങ്കിലും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇത്രയും പേരൊക്കെ ഉള്ളപ്പോൾ ഏതെങ്കിലും ഒന്നിന് എന്തെങ്കിലും ഒരു ചെറിയ സിക്ക് കാര്യങ്ങളോ ഉണ്ടായാൽ നമ്മൾ അറിയണമെങ്കിൽ അവരെ നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. ഏതെങ്കിലും തിന്നാതെ മാറി നിൽക്കുന്നുണ്ടോ, എന്തെങ്കിലും തൂങ്ങലോ കാര്യങ്ങളോ ഉണ്ടോ, ഫുഡ് കഴിക്കുന്നില്ലേ, ഇതെല്ലാം നമ്മൾ നോക്കിയാലേ നമുക്കിതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെയുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. കൂട് കണ്ടാൽ അറിയാം, ഞാനിപ്പോൾ എല്ലാ സൺഡേയും ഞാൻ ഈ കൂട് ക്ലീനിങ്ങിന് വേണ്ടി മാറ്റി വെക്കും കേട്ടോ. കാരണം ഇപ്പോൾ കണ്ടറിയും, ഇതെൻ്റെ ചെറിയൊരു ഫാം സെറ്റപ്പ് ആണെങ്കിൽ അതെൻ്റെ വീടാണ് കാണുന്നത്. അപ്പോൾ അത്ര അടുത്താണ് ഞാൻ ഈ ഫാം വെച്ചേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് മാത്രമല്ല അയലൊക്കത്തുള്ളവർക്കും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഒത്തിരി ശ്രദ്ധ ഇതിൽ വേണം. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതാണ് സംഭവം. ഇതിപ്പോൾ എൻ്റെ കൂടിൻ്റെ അകത്ത് ഞാൻ സിമെൻറ്റ് ചെയ്ത തറയാണ്. അത് ഞാൻ അറക്കപ്പൊടി ഇട്ടേക്കണം കേട്ടോ. അറക്കപ്പൊടി അതിൻ്റെ ചീവലോട് ഇട്ട് മിക്സ് ചെയ്തിട്ടേക്കുവാണ്. അത് എല്ലാ ദിവസവും കോഴി ഇറക്കിയതിന് ശേഷം അതൊന്ന് ഇളക്കി വിടാറുണ്ട്. ഇന്ന് രാവിലെ കണ്ടറിയാൻ ഇളക്കി ഇട്ടേക്കുകയാണ്. ഇല്ലെങ്കിൽ ഇത്രയും പേര് നിൽക്കുമ്പോൾ അവർ തറഞ്ഞു കിടന്ന് പിന്നെ അത് കോഴിക്കാഷ്ടമായി അത് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ വെള്ളം കൊടുക്കുമ്പം അത് കുടിക്കുമ്പോൾ കുറച്ചെങ്കിലും താഴെ വിടാതിരിക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ ഇളക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അതവിടെ കട്ടിയായിട്ട് കിടന്നിട്ട് പുഴുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ അത് നമുക്ക് ഭയങ്കര പാടായിട്ട് വരും അത് പിന്നെ റിമൂവ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് ഡെയിലി അത് ചെയ്യണം. പിന്നെ നമ്മൾ ഇത് കാണുമ്പോൾ അറിയാം, ഇതിൻ്റെ കളറൊക്കെ നല്ല ബ്ലാക്ക്, ഇപ്പോൾ ആയിട്ടില്ല, വൃത്തികേടായിട്ടില്ല, നല്ല ബ്ലാക്കൊക്കെ ആയി. അത്യാവശ്യം നമ്മൾ കൂട്ടിലേക്ക് കയറുമ്പോൾ അമോണിയയുടെ ഒക്കെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള ഇതാകുമ്പോൾ നമ്മളിത് റിമൂവ് ചെയ്യണം. അപ്പം കുറച്ച് കോഴിയൊക്കെ ഉള്ളവരാണെങ്കിൽ 10-15 കോഴികളൊക്കെ ഉള്ളവരാണെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം റിമൂവ് ചെയ്യാൻ മതിയായിരിക്കും അറക്കപ്പൊടിയൊക്കെ. കാരണം അതിൻ്റെ ആവശ്യമുള്ള ഇളക്കിയിട്ട് ഇച്ചിരി കുമ്മായൊക്കെ ഇട്ട് വല്ലപ്പോഴൊക്കെ ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഞാൻ ഈ ആഴ്ചയിൽ എല്ലാ ദിവസവും ഇത് ഇളക്കി ഇടുമ്പോഴത്തേനും ക്ലീൻ ചെയ്യുമ്പോഴത്തേനും ഇതിനകത്ത് കുമ്മായ ഇട്ടൊന്ന് മിക്സ് ചെയ്യാറുണ്ട്, സ്മെല്ലൊന്നും അടിക്കാതിരിക്കാനും. അമോണിയയുടെ കണ്ടൻറ്റൊക്കെ ഇത് ഒത്തിരി ബ്ലാക്കായിട്ട് ഇത് റിമൂവ് ചെയ്യാതിരുന്നാൽ അമോണിയയുടെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ കോഴികൾക്ക് കണ്ണിനൊക്കെ അസുഖം വരും, പെട്ടെന്നായിരിക്കും ആ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്നും വരാതെ നോക്കണമെങ്കിൽ നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കിടക്കുന്നത് കണ്ടോ, കൊതി തിന്നുന്നുണ്ടോ, രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇതവരുടെ സ്നാക്സാണ്. ഇവർക്ക് എപ്പോഴും ഇല എന്തെങ്കിലും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. ഇല, വെള്ളം, ഇത് രണ്ടും എപ്പോഴും. ഇതിപ്പോൾ ഞാൻ അഴിച്ചുവിട്ടേക്കുന്നതുകൊണ്ട് അവിടെ കുളത്തിൽ നിന്നാണ് കേട്ടോ വെള്ളം കൂടിയൊക്കെ. രാവിലെ ഇങ്ങനെ ബക്കറ്റിൽ മറിച്ചിട്ടേക്കുക. ബക്കറ്റിൽ വൈറ്റമിൻസ് ചിലപ്പോൾ ഡോയ്പ്ലക്സ് ഒക്കെ ഒഴിച്ച് വെള്ളം കൊടുക്കും. ഉച്ച കഴിഞ്ഞും ഒരു നേരം വൈറ്റമിൻ കൊടുക്കും, ഒരു നേരം ക്ലിയർ വാട്ടറാണ് കൊടുക്കുന്നത്. അല്ലാതെ സമയം ഡൈനിൽ നിന്നൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നോളും, നല്ല വെള്ളം കൂടി കാണും. പിന്നെ ഇതുപോലെ എപ്പോഴും പോച്ച, വാഴയില, ഇലകളെല്ലാം കൊടുക്കും. അത് കൊത്തി തിന്നുകൊണ്ടിരുന്നോളും. അപ്പോൾ ഇവർക്കിങ്ങനെ ബോറടിക്കുമ്പോഴാണ് അവർക്ക് തമ്മിൽ കൊത്താനും വഴക്കുണ്ടാക്കാനും ഒക്കെ ഒരു പ്രവണത ഉണ്ടാകുന്നത്. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ നമ്മളോട് ശ്രദ്ധിക്കണം.
എനിക്ക് 10-50 കോഴിയൊക്കെയുള്ള സമയത്ത് ഞാൻ തുറന്നങ്ങ് പറമ്പിലേക്ക് വിട്ടേക്കുമായിരുന്നു. പക്ഷേ ഇത്രയും പേരോടെ തുറന്ന് വിട്ടാലുള്ള അവസ്ഥ ചിന്തിക്കാൻ പോലും വയ്യ. എൻ്റെ പറമ്പൊക്കെ ഒരു നാശമാക്കി കളയും, മൊത്തം ചകഞ്ഞ് നാശമാക്കി കളയും. അതുകൊണ്ട് ഇതിനകത്ത് ഇത്രയും സ്ഥലത്ത് ഞാൻ ഫെൻസ് അടിച്ച് ഇതിനകത്ത് ഇട്ടേക്കുവാണ്. മുകളിൽ ഇതാ വലയും കെട്ടി പാഷൻ ഫ്രൂട്ടും കെട്ടിയേക്കുക. കാരണം അല്ലെങ്കിൽ ഇതിന് മണ്ടക്കള ചാടും, ഭയങ്കര ചാട്ടക്കാരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ക്ലോസിലാക്കി ഇട്ടേക്കുവാണ്. ഒരു ഇതുമില്ല അവർക്ക് പുറത്തോട്ട് പോകാൻ. ഇത്ര സ്ഥലത്ത് കിടന്നോളും. കോഴികളെ വളർത്തുന്നവർ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം, പിന്നെ ഫുഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവർക്ക് എല്ലാം കൊടുക്കും. കൊച്ചിലെ ഗ്രോവറൊക്കെ മാത്രമായിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. ഒരു കൈ കിട്ടിയ ശേഷം അതിനുശേഷം ഇപ്പം ഗ്രോവറിൻ്റെ കൂടെ തവിട്, ഗോതമ്പ് തവിട് കേട്ടോ വാങ്ങിക്കുന്നത്. ഗോതമ്പ് തവിട്, അതുപോലെ ഇപ്പം ഗ്രോവറാണ് കൊടുക്കുന്നത്. മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷമേ ലെയർ മാഷിലേക്ക് മാറുന്നുള്ളൂ ഗ്രോവർ. അതുപോലെ തന്നെ ചോറ് വല്ലതും മിച്ചം ഉണ്ടെങ്കിൽ അത്, അപ്പോൾ റേഷൻ കടയിൽ കിട്ടുന്ന അരി യൂസ് ചെയ്യാൻ പറ്റാത്ത അരിയാണെങ്കിൽ അതും ഇതിലൂടെ മിക്സ് ചെയ്യാം. പിന്നെ വാഴപ്പിണ്ടി അരിഞ്ഞതോ അങ്ങനെ ഇലകളോ എല്ലാം ഇതിലൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ നമ്മളെ തീറ്റയുടെ ചിലവൊക്കെ ഒരു ഇത്തിരി കുറഞ്ഞിരിക്കും. ഇവർക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം. എന്തേലും കഴിച്ചാലും മതിയാവത്തില്ല. എപ്പോഴും വീഡിയോ എടുക്കുന്ന ഇഷ്ടമായില്ലേ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ പാത്രത്തിലൊന്നുമില്ല, കൊത്തിക്കൊണ്ടിരിക്കുവാണ്, കൊത്തലാണ്. അപ്പം നമ്മൾ അതിനൊരു കൺട്രോൾ വെക്കണം. ഇപ്പോൾ 2 നേരമാണ് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. ഇപ്പോൾ രാവിലെ ഒരു 8-8:30 ആകുമ്പോൾ കൊടുത്താൽ ഉച്ച കഴിഞ്ഞൊരു 3 മണി 3:30 സമയത്ത് ഇവർക്ക് ഫുഡ് കൊടുക്കും. അതവിടെ അന്നത്തെ പരിപാടി തീർത്തു. പിന്നെ വെള്ളം എപ്പോഴും കൊടുക്കും. പിന്നെ ഇതുപോലെ ഇലകളൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഫുഡിൻ്റെ കാര്യം. പിന്നെ ഇവിടെ വേസ്റ്റൊക്കെ, പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഇവർക്ക് ലാർവയൊക്കെ ഇവിടെ കൊടുക്കാറുണ്ട്. അതൊക്കെ നല്ല പ്രോട്ടീൻ റിച്ച് സംഭവമാണ് കേട്ടോ. ലാർവ കൊടുത്താൽ ഇവർക്ക് വിശപ്പ്, അല്ലാത്ത ഫുഡ് കഴിക്കുന്ന ഇത്തിരി കുറയ്ക്കുകയും ചെയ്യും. ഇവർ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുടെ തീറ്റക്കാര്യം ശ്രദ്ധിക്കണം. പിന്നെ 2 മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് മരുന്ന് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിപ്പം ഇത് കൊണ്ടുവന്നതിന് ശേഷം അവർ വിരമരുന്ന് കൊടുത്തിട്ടായിരുന്നു എനിക്ക് തന്നിരുന്നത്. 1.5 മാസമായപ്പം വിരമരുന്ന് കൊടുത്താന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മാസമായപ്പോൾ ഞാൻ ഒന്നുകൂടെ കൊടുത്തു. ഇപ്പോൾ ഒരു ഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കൊടുക്കണം. ഇല്ലെങ്കിൽ ഇവരുടെ കാഷ്ടത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, വിരകളൊക്കെ നമുക്ക് കൂടി എടുക്കുന്ന കാണാൻ സാധിക്കും. അപ്പോൾ അതിലൂടെ ശ്രദ്ധിക്കുക. പിന്നെ കോഴിക്കാഷ്ടമൊക്കെ ഞാൻ പറഞ്ഞു കറക്റ്റായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യം കറക്റ്റായിട്ട് റിമൂവ് ചെയ്തില്ലെങ്കിൽ ഇവർ ഈ ഫുഡിൻ്റെ ഒക്കെ കൂടെ അത് കൊത്തി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കോക്സിഡിയോസിസ് പോലത്തെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായാൽ വലിയ പാടാണ് നമ്മൾ കോഴിയെ തിരിച്ചെടുക്കുക എന്നുള്ളത്. ഒന്നിന് വന്നാൽ എല്ലാത്തിനും വരും. അപ്പം മെയിനായിട്ട് അസുഖങ്ങളൊന്നും വരാതെ ഏറ്റവും ശ്രദ്ധിക്കുക. പിന്നെ പൂവന്മാരും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പൂവന്മാരെ എടുത്തിട്ടുണ്ട്. പിന്നെ പൂവനും കൂടെ ഉള്ള മുട്ടയാകുമ്പോൾ നമുക്കത് കൊത്തുമുട്ടയായിട്ട് എടുക്കാൻ പറ്റും. അത് മാത്രമല്ല മുട്ടയിലായാലും അതിനുള്ള ഗുണം വേറെയാണ്. പിന്നെ ഇത് കൊടുക്കുമ്പോൾ ഓർഗാനിക്കായിട്ട് വളർത്തുന്നതെന്ന് വേണേൽ പറയാം. നമ്മൾ ഇലകളും അതുപോലെ ലാവ ഇതെല്ലാം കൊടുത്ത് നല്ല ഇതായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മുട്ടയുടെ ടേസ്റ്റും ഒന്ന് വേറെ ആയിരിക്കും കേട്ടോ. ഒരു ദിവസം നമ്മുടെ മുട്ട കഴിക്കുന്നവർ പിന്നെ നമ്മുടെ മുട്ട മാത്രമേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ആയിരിക്കും നമ്മുടെ മുട്ടയുടെ സ്റ്റൈല്. എനിക്ക് മുട്ടയിടുന്ന കോഴി വേറെ കിടപ്പുണ്ട്, അവരെ അടച്ചിട്ടേക്കും. അവരെ ഇതിൻ്റെ കൂടെ വിട്ടാൽ അവരൊരു അടി ഉണ്ടാക്കും. ഒരു സീനിയേഴ്സ് ആണല്ലോ, അവർ അടി ഉണ്ടാക്കും. അതുകൊണ്ട് അവരെ ഇതിൻ്റെ കൂടെ വിടാറില്ല. ചില ദിവസം ഷിഫ്റ്റ് ആയിട്ട് വിടും. ഒരു ഇച്ചിരി 2-3 മണിക്കൂർ അവരെ വിട്ടിട്ട് അവരെ അകത്ത് കയറിയിട്ട് പിന്നെ ഇവരെ വിടും. അപ്പോൾ എപ്പോഴും ഇവരുടെ കൂടെയൊക്കെ സമയമൊക്കെ സ്പെൻഡ് ചെയ്യും. നമുക്കൊരു ചെറിയ നേരം പോക്കുമാണ്. പിന്നെ കഷ്ടപ്പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല കഷ്ടപ്പാടുമുണ്ട്. കാരണം കറക്റ്റ് സമയത്ത് ഒരു ദിവസമല്ല, ഇത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കുക, വെള്ളം കൊടുക്കുക, അതിൻ്റെ മെഡിസിൻസൊക്കെ കൊടുക്കുക. അതൊക്കെ നമ്മളെ ക്ലോസ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് അതെല്ലാം കറക്റ്റ് സമയത്ത് കൊടുത്ത് അപ്പോൾ അതെന്നും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ എനിക്കാണ് ഇത് മാത്രമല്ല, എനിക്ക് അത്യാവശ്യം പച്ചക്കറി കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടി എൻ്റെ കൂടെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് ഹെൽപ്പൊന്നുമില്ല, നമ്മൾ തന്നെയാണ് ഇവരെല്ലാം മാനേജ് ചെയ്യുന്നത്. ഇവരുടെ കൂടെ എനിക്ക് താറാവ്, ടർക്കി, മണിത്താറാവ്, അതുപോലെ മീനൊക്കെ കിടപ്പുണ്ട് അതിൻ്റെ കേട്ടോ. ഇവരെല്ലാം ഉണ്ട് ഇതിനകത്ത്. ഒരു രസമാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് വേണം പറയാം. പിന്നെ ഇതിനൊക്കെ ഇറങ്ങുന്നവർ നമ്മൾ ലാഭം മാത്രം നോക്കി ബിസിനസ് മൈൻഡിൽ മാത്രം ഇറങ്ങിയാൽ എനിക്ക് തോന്നുന്നില്ല അത്ര സുഖകരമായിരിക്കും. ഇതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇറങ്ങുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ഇൻട്രസ്റ്റ് മീൻസ് ഇതിന് ഇഷ്ടമുള്ളവർ, ഇതിനൊക്കെ ഇത്തിരിയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ ഇറങ്ങിയാൽ നമ്മൾ ഈ കഷ്ടപ്പാടുണ്ടെങ്കിലും നമുക്ക് അതിനൊരു സുഖം ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് മടുത്തു പോകും നമ്മൾ. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളെയൊക്കെ പണ്ടേ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ചെയ്യുമ്പോഴും ഒരു മടുപ്പുണ്ടാവാറില്ല. ചിലപ്പം എന്താ പറയുക, ഈ വേസ്റ്റൊക്കെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അങ്ങ് മടുത്തു പോകും കേട്ടോ. എന്നാലും പിന്നെ കുറച്ച് ആർക്കാന്ന് ആലോചിക്കുമ്പോൾ ഇവരെ കാണുമ്പോൾ ഇവരൊക്കെ എൻ്റെ ഷോൾഡറിലൊക്കെ കയറിയിരിക്കും. ഇവിടെ കൂടുതൽ ക്ലീൻ ചെയ്യിക്കുമ്പോൾ ഒരു ഷോൾഡറിൽ തലയിൽ വരെ ഇവന്മാരൊക്കെ കയറി ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു രസമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് നന്നായിട്ട് ബ്ലാക്ക് ഇതാകുമ്പോഴത്തേനും റിമൂവ് ചെയ്ത് ചാക്കിലാക്കി നിറച്ച് വെക്കുക ചെയ്യുന്നത്, കൊടുക്കുക ചെയ്യുന്നത്.
കമ്പോസ്റ്റ് കുഴിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഓക്കെ. എനിക്കിപ്പോൾ ഇതെല്ലാം ഓൾറെഡി ഫില്ലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വേസ്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെ പോവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ, എൻ്റെ ഫാമിലി വിശേഷങ്ങൾ എല്ലാവരെയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഇത് എന്നെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്നെ കാണുമ്പോൾ ഒക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്ക് ഓൾറെഡി ഞാനും ഒത്തിരി വീഡിയോസൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഫാമിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നവരുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ഇതിൻ്റെ കൂടെയാണ് എൻ്റെ യൂട്യൂബ് ചാനലും ഉള്ളത്. ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. കൃഷിയുടെ ആയാലും അതുപോലെ ഫാമിംഗ് വീഡിയോ ആയാലും ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളവർ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കണം. മുമ്പോട്ട് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.